അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ എങ്ങനെയാണ് പ്രവാചകന് തിരിച്ചറിയാൻ സാധിക്കുക? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബാ കിറാമുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന ഉമ്മത്തി യുദ്ഗൗന യൗമൽ ഖിയാമ ഉർറം മുഹജ്ജലീന മിൻ ആഥാരിൽ ഉളൂഇ ഫമൻ ഇസ്തതഅ മിൻകും അൻ യുതീല ഉർറതഹു ഫൽയഫ്അൽ. എന്റെ സമുദായം ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുക അവരുടെ ഉളൂഇനാൽ, അവരുടെ മുഖവും അവരുടെ കൈകാലുകളും പ്രകാശിക്കുന്ന അവസ്ഥയിലായിക്കൊണ്ടായിരിക്കും. അള്ളാഹുവിന്റെ റസൂല് ചെയ്ത് കാണിച്ചതുപോലെ പൂർണ്ണമായ പ്രതിഫലം ഉൾക്കൊണ്ട് ആ ഉളൂഇനെ നിലനിർത്തിയ ആളുകൾ ആരാണോ ആളുകളെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരുടെ പ്രകാശിക്കുന്ന ഭാഗങ്ങൾ അധികരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ കയറ്റിക്കഴുകിക്കൊള്ളട്ടെ എന്നാണ്. ലോകൈകനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഇഷ്ടപ്പെടണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ശുദ്ധിയെ നിലനിർത്തുകയും ചെയ്യുന്നവരെയും ധാരാളമായി ഇഷ്ടപ്പെടുന്നതാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ തബ്ലുഗുൽ ഹില്യതു മിനൽ മുഅ്മിനി ഹൈതു യബ്ലുഗുൽ വുളൂഅ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. വുളൂഇന്റെ വെള്ളം ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ ആ സഞ്ചരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ആ സത്യവിശ്വാസി അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് തിളങ്ങുന്ന പ്രശോഭിതമായ വില കൂടിയ ഏറ്റവും മുന്തിയ ഇനങ്ങളിൽപ്പെട്ട ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നതാണ്. മാമിൻ മുസ്ലിമിൻ യതവല്ലഉ ഫയുഹസ്സിനു വുളൂഅഹു ثم يقوم فيصلي ركعتين مقبلا عليهما بقلبه وجهه إلا وجبت له الجنة. ഏതൊരു മുസ്ലിമും തന്റെ ഉളൂഇനെ നന്നാക്കി തീർക്കുകയും അവന്റെ ഉളൂ ഏറ്റവും ശരിയായ നിയ്യത്തോടുകൂടി ആയിരിക്കുകയും ചെയ്ത ശേഷം അവന്റെ മുഖവും ഹൃദയവും അവന്റെ മനസ്സും അല്ലാഹുവിങ്കലേക്ക് തിരിച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അവന്റെ മേൽ സ്വർഗം നിർബന്ധമാക്കപ്പെടാതിരിക്കുകയില്ല. മഹാരഥന്മാരായ സ്വഹാബാ കിറാമുകൾ മുഴുവനും പ്രവാചകന്റെ സന്നിധിയിലുണ്ട്. ആ സ്വഹാബികൾക്ക് അഭിമുഖമായി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ ബിലാൽ, താങ്കൾ എന്ത് പുണ്യകർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബിലാൽ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എന്താ റസൂലെ ചോദിക്കാനുള്ള കാരണം? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനോട് പറയുന്നു, ബിലാൽ, അങ്ങയുടെ കാലടി ശബ്ദം സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കേൾപ്പിച്ചു തന്നു. അത്രയും സൗഭാഗ്യമുള്ള എന്ത് അമലാണ് ബിലാൽ അങ്ങയുടെ ജീവിതത്തിൽ താങ്കൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്? മാ അമിൽതു അമലൻ അർജ ഇൻദി അന്നി ലം അതഹറു തുഹൂറൻ ഫീ സാഅതി ലൈലൻ ഔ നഹാറൻ ഇല്ലാ സല്ലൈതു ബിദാലിക തുഹൂരി മാ കുതിബ ലീ അൻ ഉസല്ലിയ. ഏതൊരു സമയത്ത് ഏതൊരു സന്ദർഭത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒളൂ ചെയ്താലും ആ ഒളൂ ചെയ്ത ശേഷം എൻ്റെ മേൽ പൂർത്തിയാക്കപ്പെടേണ്ട 2 റക്അത്ത് ഞാൻ നിസ്കരിക്കാതിരിക്കാറില്ല. ആ ഒളൂവിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചു. അതിന്റെ ഫലമോ അദ്ദേഹത്തിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ കാലടി ശബ്ദങ്ങൾ കേൾപ്പിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായി. മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയുബ്ലിഗു ഔ യുസ്ബിഉ ثم يقول أشهد أن لا إله إلا الله
وأن محمدا عبد الله ورسوله إلا فتحت له أبواب الجنة 8 يدخل من أيها شاء. നിങ്ങളിൽ ആരെങ്കിലും ഞാൻ പഠിപ്പിച്ചതുപോലെ ഒളൂ നിർവഹിക്കുകയും ആ ഒളൂ നിർവഹണത്തിനിടയിൽ കൈകാലുകൾ അല്പം കയറ്റിക്കെടുക്കുകയും ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുകയും അതിനുശേഷം ഈ ദിക്ർ ചൊല്ലുകയും ചെയ്താൽ അവന് വേണ്ടി അവന്റെ മുമ്പിൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുന്നതാണ്. യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ. ആ 8 കവാടത്തിൽ ഏതിലൂടെ വേണമെങ്കിലും ആ വിശ്വാസിയായ ഉളൂ സമ്പൂർണമായി നിലനിർത്തിയ ആൾക്ക് പ്രവേശിക്കാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏതിലൂടെ വേണമെങ്കിലും ആ വിശ്വാസിയായ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും അദ്ദേഹത്തിന് പ്രവേശിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖത്വായ വയർഫഉ ബിഹി ദറജാത്ത്. നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ധാരാളമായി കൊണ്ടുള്ള സ്വർഗീയമായ ദറജാത്തുകൾ ഉയർത്തുകയും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഖാല ഇസ്ബാഉൽ വുളൂഇ അലൽ മഖാരിഹി വകത്റത്തുൽ ഖുതാ ഇലൽ മസാജിദി വഇൻതിളാറുസ് സ്വലാത്തി ബഅദസ് സ്വലാ. അല്പം പ്രയാസമുണ്ടെങ്കിലും തണുപ്പാണെങ്കിലും അല്ലാത്ത സമയമാണെങ്കിലും നിങ്ങൾ ഒളൂ ചെയ്യുമ്പോൾ അല്പം കയറ്റിക്കെടുകയും ചെയ്യുക. പള്ളിയിലേക്കുള്ള നിങ്ങളുടെ കാലടികൾ ധാരാളമായി അധികരിപ്പിക്കുകയും ചെയ്യുക. ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത ഫറായിലായ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ ഖറജത് ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖറുജ മിൻ തഹ്തി അൾഫാരിഹി. നിങ്ങളിൽ ആരെങ്കിലും ഒളൂ ചെയ്യുകയും അത് ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കുകയും ചെയ്താൽ അവന്റെ ശരീരത്തിൽ നിന്ന് പാപങ്ങൾ പുറത്തു പോകുന്നതാണ്. അവന്റെ വിരലുകൾക്കിടയിൽ നിന്ന് പോലും അവന്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും ഒളൂ ചെയ്യുമ്പോൾ. അത്രയും ശ്രേഷ്ഠമാണ് സഹോദരങ്ങളെ ഒളൂ എടുക്കുക എന്ന് പറയുന്നത്. ആ രൂപത്തിൽ പൂർണ്ണമായി ഒളൂ നിർവഹിച്ചുകൊണ്ട് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.